നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രികനും കാൽനട യാത്രികനും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികനായ കേച്ചേരി എരനല്ലൂർ മഞ്ഞക്കാട്ടിൽ വീട്ടിൽ ധർമ്മൻ, കാൽനട യാത്രികനായ ചൂണ്ടൽ കോലാട്ടിപ്പറമ്പിൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടൽ ശാഖയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കാറിടിച്ച് വഴിയാത്രക്കാരായ മറ്റു ചിലർക്കും നിസ്സാര പരിക്കേറ്റിരുന്നു. സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും കാൽനട യാത്രികനെയും കേച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടിത്തറയിൽ കോഴിക്കടയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 300ഓളം കോഴികളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് തൃത്താല പോലീസും വനം വകുപ്പും പരിശോധന നടത്തി. പട്ടിത്തറ പമ്പ് ഹൗസിന് സമീപത്തെ അക്ബർ കൂടല്ലൂരിന്റെ ഉടമസ്ഥതയിലുള്ള CM ചിക്കൻ സ്റ്റാളിനകത്തെ 300ഓളം കോഴികളെയാണ് കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കോഴികളെ കൊന്നിട്ട നിലയിൽ ആദ്യം കാണുന്നത്. കോഴികളെല്ലാം കടിച്ചുകൊന്ന നിലയിൽ കടയ്ക്കകത്ത് ചിതറിക്കിടക്കുകയാണ്. അജ്ഞാതജീവിയുടെ ആക്രമണമാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അജ്ഞാതജീവി കടയ്ക്കകത്ത് എങ്ങനെ പ്രവേശിച്ചുവെന്ന് കണ്ടെത്താനുമായിട്ടില്ല. കടയിലെ CCTV ദൃശ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നഷ്ടപ്പെട്ട കോഴികളെയെല്ലാം ചേർത്ത് 500 കിലോഗ്രാമിന് മുകളിൽ തൂക്കം വരുമെന്ന് കടയുടമ അക്ബർ പറഞ്ഞു. അക്ബറിന്റെ പരാതിയിൽ തൃത്താല പോലീസ്, വനംവകുപ്പ് തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസിന്റെ ചക്രം കാലിൽ കയറിയിറങ്ങി സ്ത്രീക്ക് പരിക്കേറ്റു. ഒറ്റപ്പിലാവ് വൈപ്പിൻ വീട്ടിൽ പരേതനായ സുധാകരന്റെ ഭാര്യ 61 വയസ്സുള്ള നിർമ്മലയ്ക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ബസ്സിൽ നിന്നിറങ്ങി അതേ ബസിന്റെ മുൻപിലൂടെ നടന്നു നീങ്ങിയ നിർമ്മലയെ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു. നിലത്തു വീണ ഇവരുടെ കാലിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. കാലിന് സാരമായി പരിക്കേറ്റ നിർമ്മല തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വന്നൂരിൽ വീടിനോട് ചേർന്നുള്ള കടമുറി റോഡിലേക്ക് തകർന്നു വീണു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം മെയിൻ റോഡിനരികെ ചുങ്കത്ത് സാബുവിന്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കടയാണ് ഇടിഞ്ഞത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. അടഞ്ഞുകിടന്നിരുന്ന കടമുറിയുടെ വലിയ കല്ലുകളും ബീമും റോഡിലേക്കാണ് പതിച്ചത്. ഈ സമയത്ത് പരിസരത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. JCB ഉപയോഗിച്ചാണ് തകർന്നു വീണ കെട്ടിടഭാഗങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ റോഡിലെ കുഴിയിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു. കുട്ടഞ്ചേരി പ്രദേശത്തുള്ള 2 കലുങ്കുപാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഭാഗത്ത് റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. കുഴികളിൽ ചാടി ബൈക്കും മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നത് പതിവായിരിക്കുകയാണ്. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും BJP ആരോപിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ രാജേഷ് കുട്ടഞ്ചേരി, ആനന്ദൻ, മുരളി വടക്കൂട്ട്, NC ബാലൻ, അജേഷ് എന്നിവർ നേതൃത്വം നൽകി. വീടുകളൊക്കെ തോടുകളാക്കിയ പഞ്ചായത്ത് ഇരുചക്ര വാഹനങ്ങളിലുള്ള ആളുകൾ പലപ്പോഴായി വീണിട്ട് ഇവിടുന്ന് ആളുകൾ എടുത്തുകൊണ്ടുവന്ന അവസ്ഥ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ അധികൃതരെ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് വരെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ റോഡ് ഒരു നിർമ്മാണവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഈ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവിടെ പറയുകയാണ്. കാരണം എരുമപ്പെട്ടി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തന്നെ തോടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുളവും തോടുകളുമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി. കാരണം എല്ലാ റോഡുകളും, ഒരു റോഡ് എന്നല്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണവും കൊടുക്കാത്ത ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനും സംഗീതാധ്യാപകനും പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനുമായ TA ശിവദാസൻ എന്ന ചിത്രാംബരി ശിവദാസനെ കുന്നംകുളം ഫെയ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കുന്നംകുളം സെന്റ് ജോൺസ് ബദിനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആദര സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചിത്രാംബരി ശിവദാസനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മംഗളപത്ര സമർപ്പണം നിർവഹിച്ചു.
ഫേസ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടി എ ശിവദാസൻ മറുപടി പ്രസംഗം നടത്തി. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഫേസ് സെക്രട്ടറി സി മോഹനൻ സ്വാഗതവും പി എസ് ഷാനു നന്ദിയും പറഞ്ഞു. ടി എ ശിവദാസനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ ജയമേനോൻ നയിച്ച സംഗീത സന്ധ്യയും അരങ്ങേറി. സംസ്കാരത്തെ, ഒരു ആവിഷ്കാര സംസ്കാരത്തെ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ, ഇതാണ് ഒരു വലിപ്പം എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ വലിയ കലാകാരന്മാർ നമ്മൾ ആദരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു താര പദവിയാണ് നമ്മൾ ആദരിക്കുന്നത്. പക്ഷെ എന്നാൽ അവർ കൈകാര്യം ചെയ്യുന്ന കലകളെ ആരാണ് നിലനിർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാടായ കാടുകളൊക്കെ അലഞ്ഞിട്ട് അവസാനം നിലമ്പൂരിലത്തെ കാളികാവ് വനത്തിൽ നിന്നൊക്കെയാണ് അദ്ദേഹം അതിനുള്ള മുളകൾ കണ്ടെത്തിയത്. കാരണം എല്ലാ മുളകളുടെ പോലെ അതിനെപ്പറ്റി അദ്ദേഹം ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ശിവദാസനെ ആദരിക്കേണ്ടത് ഒരു ജനതയുടെ ചുമതലയായി ആണ്. ആ ചുമതലയാണ് ഫേസ് ഏറ്റെടുത്തത്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ രോഗനിർണയ ക്യാമ്പ് നടത്തി. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ TC ജോർജ് അധ്യക്ഷനായി. കൈക്കാരന്മാരായ PJ പ്രിൻസൺ, TD സിൽജോ, TJ ഫ്രാങ്കോ, ജൂബിലി ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജീൻ പോൾ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം, ENT എന്നീ വിഭാഗങ്ങളിലാണ് സൗജന്യ പരിശോധന നടന്നത്. ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ വർഗീസ് പോൾ, ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ജോഷി തോമസ്, ENTയിൽ ഡോക്ടർ പ്രവീൺ ജോൺ, ദന്തരോഗ വിഭാഗത്തിൽ ഡോക്ടർ CB ചുങ്കത്ത്, ഡോക്ടർ രജീഷ്, ഡോക്ടർ ഡെറിക്, ഡോക്ടർ റോബിൻ എന്നിവരും പരിശോധനകൾക്ക് നേതൃത്വം നൽകി. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജാതിമതഭേദമന്യേ 100-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. CPIMന്റെ നേതൃത്വത്തിൽ ഓണം വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ മണലൂർ ഏരിയ തല നടീലുത്സവം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര താമരപ്പള്ളിയിൽ നടന്ന നടീലുത്സവം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, KK ബാബു, ലോക്കൽ സെക്രട്ടറിമാരായ BR സന്തോഷ്, PA ഷൈൻ, ബാബു ആന്റണി, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാകേഷ് എന്നിവർ സംസാരിച്ചു. പാർട്ടി അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വെണ്ട, മുളക്, വഴുതന, തക്കാളി തുടങ്ങിയ പച്ചക്കറി തൈകളാണ് സംയോജിത കൃഷിയുടെ ഭാഗമായി നട്ടത്. തലക്കോട്ടുകര ഗ്രാമീണ വായനശാല തൃശൂർ മാക്കെയർ പോളിക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വായനശാല ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് P മാധവൻ അധ്യക്ഷനായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK മുരളി മാസ്റ്റർ മുഖ്യാതിഥിയായി. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ MR മീനുരശ്മി നേതൃത്വം നൽകി. തുടർന്ന് ഷുഗർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയുടെ നിർണയവും നേത്രപരിശോധനയും നടന്നു. വായനശാല സെക്രട്ടറി CK മുരളി, കമ്മിറ്റി അംഗങ്ങളായ KV വില്യംസ്, CK ബിജു, റെനി ജോസ്, KJ റിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കീഴൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ ആനയൂട്ടിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 55-കാരൻ മരിച്ചു. കീഴൂർ സംയുക്ത ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ഇരിപ്പശ്ശേരി ദിവാകരൻ ആണ് മരിച്ചത്. ശനിയാഴ്ചയാണ് കീഴൂർ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നത്. രാവിലെ 10 മണിയോടെ ആനയൂട്ടൊരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഉടനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നടക്കും. കഴിഞ്ഞ 20 വർഷമായി കീഴൂർ സംയുക്ത ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ദിവാകരൻ. വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. വാഗ ഓസ്കാർ ഷാഹുലിന്റെ മകൻ യാസിറിനെയാണ് ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാതായത്. +1 വിദ്യാർത്ഥിയാണ്. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയതാണെന്നാണ് വിവരം. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിലോ 0487 2263 000 994740 8585 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടേണ്ടതാണ്. ചരമം. ചൊവ്വന്നൂർ എട്ടുംപുറം മുരിങ്ങത്തേരി വീട്ടിൽ പരേതനായ വർഗീസ് ഭാര്യ അമ്മിണി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ലീന ചാൾസ്, ബെന്നി പിയൂസ്, കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് MP ബെന്നി എന്നിവർ മക്കളാണ്. മന്നലാംകുന്ന് യാസീൻ പള്ളിക്ക് കിഴക്കുവശത്ത് താമസിക്കുന്ന പരേതനായ കിഴക്കൂട്ട് ബാവ മകൻ
അലവി നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മന്നലാങ്കുന്ന് കുന്നത്തുപള്ളി ഖബർസ്ഥാനിൽ നടത്തും. സുഹറ ഭാര്യയും തസ്ലീമ, നജീബ്, ജൗഹർ എന്നിവർ മക്കളുമാണ്. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് കളത്തിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഉമ്മർ മുസ്ലിയാർ മകൻ മുഹമ്മദ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് മങ്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സുഹറ ഭാര്യയാണ്. തസ്ലീം എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.